MK രാഘവനെതിരെ കേസെടുക്കാമെന്ന് നിയമോപദേശം. വിവരങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രിയ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹിന്ദി ഒരു ദേശീയ മാധ്യമം MK രാഘവനെതിരായി ഒരു ഒളിക്യാമറ ഓപ്പറേഷൻ നടത്തിയത്. കോഴിക്കോട് നഗരത്തിൽ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സംഘം, ഒരു റിയൽ എസ്റ്റേറ്റ് സംഘം എന്ന വ്യാജേന MK രാഘവനെ സമീപിച്ചത്. തുടർന്ന് അവരുമായുള്ള സൗഹൃദ സംഭാഷണത്തിനിടയിലാണ് തനിക്ക് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ 20 കോടി രൂപ ചിലവായി എന്ന വെളിപ്പെടുത്തൽ അടക്കം നടന്നത്. ഇതേ തുടർന്ന് അതിനുശേഷം ഇതിൽ പുതിയ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ തുടർന്ന് തനിക്കെതിരായി വന്ന ആരോപണങ്ങൾ MK രാഘവൻ നിഷേധിച്ചിരുന്നു. MK രാഘവൻ നിഷേധിച്ചതിനു ശേഷം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് റിയാസും അതോടൊപ്പം MK രാഘവനും ഇത് സംബന്ധിച്ച് 2 പരാതികൾ നൽകിയിരുന്നു. ഇലക്ഷൻ കമ്മീഷനും അതോടൊപ്പം DGPക്കും നൽകി. ഈ പരാതിയിൽ പ്രാഥമികമായ റിപ്പോർട്ട് നേടാനായി പോലീസ് മേധാവി തീരുമാനിച്ചിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പ്രാഥമികമായ പരിശോധനയിൽ ദൃശ്യങ്ങളിൽ കൃത്രിമത്വം ഇല്ല എന്ന് കണ്ടെത്തിയിരുന്നു. IG-യുടെ റിപ്പോർട്ട്, കണ്ണൂർ റേഞ്ച് IG അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ ആ കാര്യം എടുത്തു പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് ഈ കാര്യത്തിൽ MK രാഘവനെതിരെ കേസെടുക്കാമോ എന്നതായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്ന തർക്ക വിഷയം. അതിന്മേൽ ലീഗൽ ഒപ്പീനിയൻ തേടുന്നതിനായി DGP തീരുമാനിച്ചു. തുടർന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്നുള്ള നിയമോപദേശം ഇപ്പോൾ അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ഇന്ത്യൻ പീനൽ കോഡിന്റെ വിവിധ റിലവന്റ് സെക്ഷൻ പ്രകാരവും MK രാഘവനെതിരെ കേസെടുക്കാമെന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി കേസ് രജിസ്റ്റർ ചെയ്യാമോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന പോലീസ് മേധാവിയാണ്. ശരി, വിവരങ്ങളാണ് ജീവൻ നൽകിയത്. നാളെ തെരഞ്ഞെടുപ്പിന് കൊട്ടിക്കലാശം. പ്രചാരണത്തിന് അന്ത്യനിമിഷം വരെ പരമാവധി വോട്ട് നേടി വിജയം കൈപ്പിടിയിലേന്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നണികളുടെ പ്രചാരണം. കേരളത്തിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ ശബ്ദപ്രചരണത്തിന് നാളെ തിരശ്ശീല വീഴാനിരിക്കെ അവസാനഘട്ട കൂട്ടിക്കിഴിക്കലിലാണ് മുന്നണികൾ. പരമാവധി സീറ്റുകൾ നേടുക എന്നതിൽ കുറഞ്ഞ് മറ്റൊരു ലക്ഷ്യവും മുന്നണികൾക്കില്ല. ചുട്ടുപൊള്ളുന്ന നാളുകളിൽ നടത്തിയ പ്രചരണം പോളിംഗ് ബൂത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ എല്ലാ വിയർപ്പും അവസാന നിമിഷം വരെ ഒഴുക്കാൻ തയ്യാറായാണ് മുന്നണികളുടെ പ്രവർത്തനം. നാളെ കൊട്ടിക്കലാശത്തോടെ വോട്ടുറപ്പിക്കാൻ വീടുകൾ തോറും കയറി പ്രചരണത്തിനായി ഇത്തവണ മുന്നണികൾ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ബന്ധം ആരോപിച്ച് BJP നേതാക്കൾ തന്നെ രംഗത്തു വന്നത് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് കനത്ത തിരിച്ചടിയാണ് അവസാന ഘട്ടത്തിൽ ഉണ്ടാക്കിയത്. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് നാളിതുവരെയില്ലാത്ത ആത്മവിശ്വാസത്തിൽ LDF സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പ്രചരണത്തിൽ മുൻപോട്ടു പോകുമ്പോൾ UDF കേന്ദ്രത്തിൽ അർത്ഥഗർഭമായ മൗനമുണ്ടായത് പ്രവർത്തകരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കാര്യമായ പ്രയോജനം മറ്റു മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല എന്ന വിലയിരുത്തലാണ് UDFിനുള്ളത്. അങ്കച്ചൂടിന് അവസാനം കുറിച്ച് 23-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയാൽ പിന്നെ ഫലം പുറത്തുവരുന്നതുവരെ കണക്കുകൂട്ടലുകളിലാകും മുന്നണികളും സ്ഥാനാർത്ഥികളും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. നാടും നഗരവും ഇളക്കിമറിച്ച് കണ്ണൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ റോഡ് ഷോ. 2000 ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് റോഡ് ഷോ പര്യടനം നടത്തുന്നത്. ആയിരങ്ങൾ പാതയോരങ്ങളിൽ പുഷ്പവൃഷ്ടി നടത്തിയും മുദ്രാവാക്യം വിളിച്ചും ശ്രീമതി ടീച്ചർക്ക് അഭിവാദ്യം അർപ്പിച്ചു. കണ്ണൂരിൽ നിന്നും M സന്തോഷിന്റെ റിപ്പോർട്ടിലേക്ക്. കണ്ണൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അത്യന്തം ആവേശകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നത്. ഇന്ന് ഇപ്പോൾ മട്ടന്നൂരിലും ധർമ്മടം മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി PK ശ്രീമതി ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റോഡ് ഷോ നടക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആയിരക്കണക്കിന് ബൈക്കുകൾ, കൃത്യമായി പറഞ്ഞാൽ 2000-ഓളം ബൈക്കുകളാണ് ഈ ബൈക്ക് റാലിയിൽ പങ്കെടുക്കുന്നത്. ധർമ്മടം നിയോജക മണ്ഡലം പിന്നിട്ട് റോഡ് ഷോ ഇന്ന് ധർമ്മടം നിയോജകത്തിലാണ് ഇപ്പോൾ റോഡ് ഷോ പര്യടനം നടത്തുന്നത്. മട്ടന്നൂർ നിയോജക
നിയോജക മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ടാണ് ധർമ്മടം നിയോജക മണ്ഡലത്തിലേക്ക് റോഡ് ഷോ പ്രവേശിച്ചിരിക്കുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആവേശത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം കണ്ണൂർ മണ്ഡലം LDF വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഇത്തവണയും നിലനിർത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അത്യന്തം ആവേശകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നത്. തിരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് ഇനി ഏതാണ്ട് 24 മണിക്കൂർ മാത്രം അവശേഷിക്കെ അത്യന്തം ആവേശകരമായിട്ടുള്ള പരിസമാപ്തിയിലേക്ക് തന്നെയാണ് LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് പര്യടനം മുന്നോട്ട് പോകുന്നത്. ഏതായാലും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ എല്ലാ ഘട്ടത്തിലും വളരെ വ്യക്തമായിട്ടുള്ള മേധാവിത്വം പുലർത്താൻ PK ശ്രീമതി ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. ആദ്യഘട്ടത്തിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ചുകൊണ്ടുള്ള പ്രചരണം, അതിന് പിന്നാലെ 3 ഘട്ടങ്ങളിലായി നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള പൊതുപര്യടനം, അങ്ങനെ ഏറ്റവും ആവേശകരമായിട്ടുള്ള രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. കൊട്ടിക്കലാശത്തിന് ഒരു ദിവസം മുമ്പേ ഒരു ദിവസം അവശേഷിക്കുമ്പോൾ തന്നെയും കൊട്ടിക്കലാശനത്തിന് സമാനമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇപ്പോൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം നാളെയാണെങ്കിലും കൊട്ടിക്കലാശനത്തിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ആവേശം തന്നെ പ്രവർത്തകർക്കിടയിൽ എല്ലാം തന്നെയും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും യുവാക്കൾ ഈ തിരഞ്ഞെടുപ്പിനോട് സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനം, തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയ ആവേശം തന്നെയാണ് യുവജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ യുവജനങ്ങളുടെ ഒരു ആവേശം തന്നെയാണ് ഈ റോഡ് ഷോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടതടവില്ലാതെ ബൈക്ക് റാലി, 2000-ഓളം ബൈക്കുകൾ അണിനിരന്നുകൊണ്ട് ശ്രീമതി ടീച്ചറെ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ബൈക്ക് റാലിയാണ് ഇപ്പോൾ ധർമ്മടം മണ്ഡലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ ഒരു ആവേശം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണം അടുക്കുമ്പോൾ കൊട്ടിക്കലാശത്തിന് സമാനമായിട്ടുള്ള അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. PK ശ്രീമതി ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഭൂരിപക്ഷം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ കണ്ണൂർ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് LDF പ്രവർത്തകർ പ്രകടിപ്പിക്കുന്ന വലിയ ആത്മവിശ്വാസം. അതേസമയം പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി PV അൻവർ റോഡ് ഷോ വഴിയാണ് പ്രചാരണം നടത്തിയത്. തിരൂർ പടിഞ്ഞാറക്കരയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ പരപ്പനങ്ങാടി പള്ളിക്കുന്നിലാണ് സമാപിക്കുക. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, PV അൻവറിന്റെ റോഡ് ഷോ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അവസാന ഘട്ടത്തിലേക്ക് എത്തിയോ? പ്രിയ, PV അൻവറിന്റെ റോഡ് ഷോ ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. പടിഞ്ഞാറേക്കര അഴീമുഖത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ മന്ത്രി KT ജലീലും താനൂർ MLA അബ്ദുറഹ്മാനും പങ്കെടുത്തിരുന്നു. വലിയ ആവേശം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് പൊന്നാനി മണ്ഡലത്തിലും റോഡ് ഷോ ഇന്ന് വൈകിട്ട് നടന്നത്. ഇന്ന് പൊതു പര്യടനം PV അൻവറിന് ഉണ്ടായിരുന്നില്ല. വൈകിട്ടാണ് ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള റോഡ് ഷോ LDFന്റെ നേതൃത്വത്തിൽ നടന്നത്. 100 കണക്കിന് ബൈക്കുകൾ ഇതിൽ പങ്കെടുത്തു. വലിയ തോതിലുള്ള ആവേശം അല്ലെങ്കിൽ ആരവം മണ്ഡലത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ബൈക്കുകളിൽ യുവാക്കൾ ഈ റോഡ് ഷോയിൽ സ്ഥാനാർത്ഥിക്കും LDF നേതാക്കൾക്കുമൊപ്പം അണിചേർന്നത്. അത്തരത്തിൽ നാടിളക്കിയുള്ള പ്രചരണം അതിന്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക്, കലാശക്കൂട്ടിന് ഇനി മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഒരു രാത്രിയും നാളെ വൈകിട്ട് 5 മണിയോടുകൂടി ഈ പ്രചരണം അവസാനിക്കുകയാണ്. ആ സമയത്തിനുള്ളിൽ മണ്ഡലത്തിലെ കാടിളക്കിയുള്ള ഒരു പ്രചരണത്തിലൂടെ തങ്ങളുടെ ശക്തി തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് LDF ഇത്തരത്തിലൊരു പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് നേതൃത്വം നൽകിയത്. അത്തരത്തിൽ ഏറെ വാശിപൂർവ്വമുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്ന പൊന്നാനിയുടെ 42 വർഷത്തെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് LDF സ്ഥാനാർത്ഥി PV അൻവറിനെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി പ്രവർത്തകർ വ്യാപകമായി ബൂത്തുകളിൽ സജീവമാകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പടിഞ്ഞാറേക്കര അഴീമുഖത്ത് നിന്ന് ആരംഭിച്ച് പരപ്പനങ്ങാടി വരെ നീളുന്ന തീരദേശ ഭാഗത്തുകൂടെ മന്ത്രി KT ജലീലും താനൂർ MLA അബ്ദുറഹ്മാനും പങ്കെടുത്തുകൊണ്ടുള്ള റോഡ് ഷോ നടന്നത്. വലിയ ആവേശം തന്നെയാണ് ഈ റോഡ് ഷോയിൽ നമുക്ക് ദൃശ്യമാവുക. ഇത്തരത്തിൽ മുന്നണികളെല്ലാം UDFും വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ പൊന്നാനിയിൽ നടത്തുന്നു. ഇന്ന് കോട്ടക്കൽ മണ്ഡലത്തിലാണ് ET മുഹമ്മദ് ബഷീർ പ്രചരണം നടത്തിയത്. UDFിന്റെ നേതൃത്വത്തിൽ തീരദേശ റോഡ് ഷോ പ്രത്യേകമായി തന്നെ നടന്നു. NDAയും പൊന്നാനിയിൽ പ്രചരണ രംഗത്ത് സജീവമായുണ്ട്. ഇത്തരത്തിൽ
കഴിഞ്ഞ ഒരു മാസം നീളുന്ന പ്രചാരണ പ്രവർത്തനത്തിന് നാളെ വൈകിട്ട് 5 മണിയോടുകൂടി കലാശക്കൊട്ടാകുമ്പോൾ പരമാവധി പ്രവർത്തകരെ ഉണർത്തുക, ആ പ്രവർത്തകരെ ആവേശത്തോടുകൂടി ഈ മുന്നണിക്കൊപ്പം നിർത്തുക, അവരെ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലേക്ക് മുന്നണികൾ കടക്കുമ്പോൾ അവസാന വോട്ടർമാരെയും ആവേശത്തിലാക്കി ആഴ്ത്തിക്കൊണ്ട് ആ മുന്നണിയോടൊപ്പം ചേരാൻ ആവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങളുമായാണ് ഇത്തരത്തിൽ റോഡ് ഷോ ഇന്ന് നടന്നത്. നാളെയും ഇത്തരത്തിൽ റോഡ് ഷോ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വൈകിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ 7 അസംബ്ലി മണ്ഡലങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ LDF-ന്റെയും UDF-ന്റെയും NDA-യുടെയും നേതൃത്വത്തിൽ കൊട്ടിക്കലാശത്തിനും മുന്നണികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി PV അൻവറിന്റെ റോഡ് ഷോ അവസാനിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് ലതീഷ് നൽകിയത്. ചാലക്കുടിയിൽ ഇന്നസെന്റിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് മമ്മൂട്ടി എത്തി. മമ്മൂട്ടിയുടെ വരവ് അണികളെ കൂടുതൽ ആവേശത്തിലാക്കി. വിവരങ്ങളുമായി സിബി ചേരുകയാണ്. സിബി, അങ്ങനെ ഇന്നസെന്റിന്റെ റോഡ് ഷോ വലിയ ജനപിന്തുണയോടെയാണ് പുരോഗമിച്ചത്. അത് അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എവിടെയാണ് ഇപ്പോൾ റോഡ് ഷോ എത്തിയിരിക്കുന്നത്? ഒപ്പം തന്നെ മമ്മൂട്ടി അതിൽ പങ്കെടുത്തു. ഇതിന്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? വളരെ ആവേശജനമായ റോഡ് ഷോ ആയിരുന്നു ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. ഇന്ന് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലം കൂടിയാണ് റോഡ് ഷോ കടന്നുപോയത്. കഴിഞ്ഞ ദിവസങ്ങളായി 3 തവണ 3ാം ഘട്ട പര്യടനം എല്ലാം പൂർത്തിയാക്കി ഇന്ന് മെഗാ റോഡ് ഷോ ആയിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നസെന്റിന് വേണ്ടി നടത്തിയത്. ഇതിന് വലിയ ആവേശജനമായ ചാലക്കുടി മണ്ഡലത്തിലാകെ ചുവപ്പണയിച്ചുകൊണ്ട് ചെങ്ങറ തീർത്തുകൊണ്ടുള്ള വലിയ ആവേശജനമായ റോഡ് ഷോയാണ് ഈ മണ്ഡലത്തിലുടനീളം കടന്നുപോയത്. ഇതിനിടെ തന്നെ നിരവധി പേർ സെലിബ്രിറ്റികളായ നിരവധി പേർ ഈ റോഡ് ഷോയ്ക്ക് പിന്തുണയുമായി എത്തുകയും ചെയ്തു. നടൻ മമ്മൂട്ടി പെരുമ്പാവൂർ ഭാഗത്ത് വെങ്കോല പ്രദേശത്ത് വെച്ച് നടൻ മമ്മൂട്ടി ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുകയും അദ്ദേഹം എത്തിയത് അണികൾക്ക് വളരെയധികം ആവേശമായി. അതോടൊപ്പം തന്നെ തന്റെ സുഹൃത്താണ് ഇന്നസെന്റ്, അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും വേണമെന്ന് അദ്ദേഹം ഈ റോഡ് ഷോയിൽ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അല്പസമയം അദ്ദേഹം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുകയും ചെയ്തു. വലിയ ആവേശമാണ് മമ്മൂട്ടി എത്തിയോടുകൂടി തന്നെ ഈ റോഡ് ഷോയ്ക്ക് ഉണ്ടായത്. അതോടൊപ്പം തന്നെ കോലഞ്ചേരി ഭാഗത്തെത്തിയപ്പോൾ നടി KPS ലളിതയും എത്തിയിരുന്നു. KPS ലളിതയിപ്പം വലിയ ഒരു വിഭാഗം സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നസെന്റ് ഈ അടുത്ത കഴിഞ്ഞ തവണ ഉണ്ടായാൽ വലിയ ഭൂരിപക്ഷം ഇത്തവണ വിജയിക്കുമെന്ന് KPS ലളിത പറയുകയും ചെയ്തു. എന്തായാലും വലിയ പിന്തുണ എല്ലായിടത്തും ലഭിച്ചു. വലിയ രീതിയിലുള്ള ആവേശജനകമായ സ്വീകരണമാണ് മണ്ഡലത്തിലുടനീളം ലഭിച്ചത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എല്ലാവരും നിലയും ഇന്നസെന്റിനെ കാണാൻ വേണ്ടി, സ്ഥാനാർത്ഥിയെ കാണാൻ വേണ്ടിയും അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയും ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അങ്കമാലിലാണ് സമാപിക്കുന്നത്. ഇപ്പോൾ അങ്കമാലി പ്രദേശത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ റോഡ് ഷോ ഏകദേശം 21 കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എല്ലാ പ്രചാരണത്തിന് ശേഷം കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഒരു മെഗാ റോഡ് ഷോ അത് അണികൾ തന്നെ അല്ലെങ്കിൽ ഈ ജനങ്ങൾ തന്നെ വോട്ടർമാർ തന്നെ വലിയ ആവേശജനമാക്കി തീർക്കുകയാണ് ചെയ്തത്. പ്രിയ, ശരി. ചാലക്കുടിയിൽ ഇന്നസെന്റിന്റെ റോഡ് ഷോയ്ക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത്. നടൻ മമ്മൂട്ടി അതിൽ പങ്കെടുത്തു. ഒപ്പം KPS ലളിതയും ആശംസ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി. വിശദാംശങ്ങളാണ് സിബി നൽകിയത്. വടകര ഇളക്കിമറിച്ച് P ജയരാജന്റെ റോഡ് ഷോ. വിവരങ്ങളുമായി PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഏത് രീതിയിലാണ് ജയരാജന്റെ റോഡ് ഷോ വടകരയിൽ പുരോഗമിച്ചത്? എത്രത്തോളം ജനപിന്തുണ റോഡ് ഷോയ്ക്ക് ലഭിച്ചു? P ജയരാജൻ അക്ഷരാർത്ഥത്തിൽ വടകര മണ്ഡലത്തെ ആകെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള റോഡ് ഷോ തന്നെയാണ്. ഇന്നിപ്പോൾ വൈകിട്ട് പേരാമ്പ്രയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. ഒരു ഗ്രാമീണ പ്രദേശങ്ങളും പേരാമ്പ്ര നഗരവും ഒക്കെ ആവേശകരമായ വരവേൽപ്പ് P ജയരാജന് നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാതയ്ക്ക് ഇരുവശവും ആയിരക്കണക്കിന് ആൾക്കാർ, അങ്ങനെ തന്നെ പറയണം, അത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളിൽ യുവാക്കൾ സ്ഥാനാർത്ഥിക്ക് ഈ പര്യടനത്തിന് ആവേശം പകർന്നുകൊണ്ട് പിന്തുടർന്നു. ഇപ്പോൾ നാം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിരവധി ഇരുചക്ര വാഹനങ്ങളിലാണ് P ജയരാജന്റെ റോഡ് ഷോയിൽ അണിനിരുന്നത്. ഇന്ന് കുറച്ചു നേരത്തെയാണ് പേരാമ്പ്രയിൽ നിന്നും റോഡ് ഷോ ആരംഭിച്ചത്. ഇനി രാത്രി വൈകുവോളം ഈ റോഡ് ഷോ ഉണ്ട്. പേരാമ്പ്രയിൽ നിന്നും കുറ്റ്യാടി വഴിയാണ് ഈ റോഡ് ഷോ പോകുന്നത്. നാളെ രാവിലെ മുതൽ മണ്ഡലത്തിലുടനീളം തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ചുകൊണ്ടുള്ള വലിയ വിപുലമായ റോഡ് ഷോയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏതായാലും വടകര മണ്ഡലത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ആവേശഭരിതമായ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശഭരിതമായ റോഡ് ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വടകരയെ ഇളക്കിമറിച്ച P ജയരാജന്റെ റോഡ് ഷോ. ആവേശകരമായ വരവേൽപ്പാണ് റോഡ് ഷോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് PV കുട്ടൻ നൽകിയത്. എറണാകുളത്ത് ആവേശമായി P രാജീവിന്റെ റോഡ് ഷോ. സിനിമാ താരങ്ങളും മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥികളും റോഡ് ഷോയിൽ രാജീവിനൊപ്പം അണിനിരുന്നു. കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വികാരമായി മാറുകയാണ് രാജീവ്. എറണാകുളത്തിന്റെ അങ്കച്ചൂടിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എറണാകുളം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ നാടിന്റെ വികസനത്തിന് ഒരു പടി മുന്നിൽ നിന്ന് നാടിനെ നയിച്ച
രാജീവ് തന്നെ വേണമെന്നാണ് എറണാകുളത്തുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. സിനിമാ മേഖലയിലെ പ്രമുഖരും മഹാരാജാസിയന്മാരായ പൂർവ്വകാല വിദ്യാർത്ഥികളും രാജീവിന് വേണ്ടി ഇന്ന് തെരുവിലിറങ്ങി. രാജീവിന്റെ ഒപ്പം പഠിച്ചതോ അല്ലെങ്കിൽ മഹാരാജാസുകാരനോ അല്ലാതിരുന്നിട്ടും താൻ രാജീവിന് വേണ്ടി എത്തിയത് രാജീവ് എന്ന വ്യക്തിയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുകയാണെന്ന് നടൻ ഇർഷാദും പറഞ്ഞു. ഞാൻ മഹാരാജാക്കാരനല്ല, പക്ഷെ രാജീവേട്ടനുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇടതുപക്ഷക്കാരനാണ്, ഒരു സംശയമില്ല. ഞാൻ CPM-ന്റെ കൂടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് CPM-ന്റെ വിജയം അനിവാര്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും കാത്തു സംരക്ഷിക്കാൻ ഇടതുപക്ഷം ശക്തിയാർജിക്കണമെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷത്തിന് കൂടെ നിൽക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന പോലെ രാജീവിന് ആവേശോജ്വലമായ സ്വീകരണമാണ് എറണാകുളത്തിന്റെ ഓരോ തെരുവീതികളിലും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് ഓരോ ഇടതുപക്ഷ പ്രവർത്തകരും രാജീവിന്റെ വിജയത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. ഇതിനേക്കാൾ ഉപരി ഓരോ എറണാകുളത്തുകാരനും രാജീവ് എന്ന മികച്ച രാജ്യസഭാ MP ഒരിക്കൽ കൂടി പാർലമെന്റിലെത്തുമെന്നും ലോകസഭയിൽ പുതിയ വാഗ്ദാനമാകുമെന്നുമുള്ള പ്രതീക്ഷ തന്നെയാണ്.